ഒരക്ഷരം മിണ്ടരുത്. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയെന്ന് പറഞ്ഞില്ലേ? എന്നാ അച്ഛൻ തന്നെ പോയി കഴിച്ചോ. എന്നാ പറഞ്ഞ ഞാൻ കൊടുത്ത വാക്കാ. അത് നടന്നില്ലേ പിന്നെ ഞാൻ ജീവിച്ചിരിക്കല. ഈ ഉമ്മർത്ത് തൂങ്ങി ഞാൻ. നിന്റെ ഇത്ര വലിയ ഫ്രണ്ടായിട്ട് നീ എന്താണ് എന്നെ കല്യാണത്തിന് വിളിക്കാഞ്ഞേ? ഞാൻ വിളിക്കേണ്ട ചേട്ടനല്ലേ? ഓനെന്നെ വിളിക്കൂല, ഞാനോന്റെ ഫ്രണ്ടല്ലല്ല. അയ്യോ, മണി പോലത്തെ ഒരു പെണ്ണിനെയും കൊണ്ട് പോണണ്ടില്ലേ? എന്തായിരിക്കുന്നു രാത്രിയില്? അവരെന്നെ എത്തി, ഞാൻ പോട്ടെ. എന്താ നീ ഇവിടെ ചെയ്യണേ? കാളയ്ക്ക് വൈക്കോൽ കൊടുക്കണ്ടേ? ഇങ്ങനെ ഒരു മുരടൻ ഒരു പെണ്ണവിടെ കാത്തിരിക്കണില്ലേ? ഇരുന്നിരുന്ന് മടുത്തു. എവിടെയായിരുന്നു ഇത്ര നേരം? എനിക്ക് നേരത്തെ ഉറങ്ങുന്ന ശീല. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. നേരത്തെ ഉറങ്ങിക്കൂടായിരുന്നോ? ഉറങ്ങിയ പിന്നെ ഉരുട്ടി വിളിച്ചാലും ഞാൻ അറിയില്ല. പാല് എനിക്ക് വേണ്ട. എനിക്കും തീരെ ഇഷ്ടമല്ല. പിന്നെ അമ്മ പറഞ്ഞിട്ട് എടുത്തതാ. വാതിലടക്കണ്ടേ? ഞാൻ ഉറങ്ങിക്കോട്ടെ. ലീലേ, നീ എന്താ തിരിച്ചു പോന്നേ? വേറെയും കടവുണ്ടല്ലോ, ഞാൻ അപ്പുറത്ത് പൊയ്ക്കോളാം. അതെന്തിനാ എന്ന് നീ ഇവിടെ കിടക്കുന്നേ? ആ, എന്നും ഒരുപോലാണോ? എന്താ എന്താ നിനക്ക്? ഓ, ഒന്നുമില്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. പല്ലുതേപ്പ് കഴിഞ്ഞെങ്കിൽ പോയിക്കൂടെ? അവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ടാവും. ഓ, എന്നെ ആരും കാത്തു നിൽക്കില്ല. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലാന്ന് തോന്നുന്നല്ലോ. ഞാനോ? കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. വെള്ളത്തില്ല, എനിക്കറിയില്ലേ. വെറുതെ കള്ളൊന്നും പറയണ്ട എന്നോട്. ഞാനും തൊടുക പോലും ചെയ്തില്ല. നിന്നാണ് സത്യം. എന്തേ, അവള് തൊടാൻ സമ്മതിച്ചില്ലേ? വലിയ സുന്ദരിയാണെന്നാണല്ലോ കേട്ടത്. ഓ, സുന്ദരി. തൊലി വെളുത്താ സുന്ദരിയാവൂ? പിന്നെ എന്താ വേണം? ആ, എനിക്കറിഞ്ഞൂടാ. ഞാൻ പോവാ. കള്ള എന്താടാ, ഉറങ്ങിയിട്ട് ഇന്നലെ രാത്രി? കള്ളന്റെ നോട്ടം കണ്ടില്ലേ? പോടാ, കുടിക്കടാ. ആരോടായി പറയുന്നത്? അല്ല, എന്തോ പറയുന്നത് കേട്ടു. ഇതിനോടായിരുന്നോ? ഇന്നെന്താ കട തുറന്നില്ല? അല്ല, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. ആ, ഇത്രയൊക്കെ വെളുത്താ മതി. പോയി തുറന്നിരിക്കും. ഓ,
സ്ഥലം ഇഷ്ടായോ? എന്തൊരു ഭംഗിയാ. ഹനുമാൻ വന്നിട്ടുണ്ടത്ര ആ മലയില്. അല്ല, ഇതാര്? ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ടപ്പെട്ട ആളായിട്ടും കല്യാണത്തിന് വിളിക്കാൻ മറന്നു അല്ലേ യമുനെ? പൊന്നും പണമൊക്കെ കുറെ കൊണ്ടുവന്നിട്ടുണ്ടോ? വീടെവിടെയാ? കുറച്ചു ദൂരെ. എന്നാലും നാട്ടിന്റെ പേരുണ്ടാവില്ലേ? പേരില്ലാത്ത നാടുകൊണ്ട്. ചേച്ചി വാ, നമുക്ക് അപ്പുറത്തേക്ക് കുളിക്കാം. അല്ല, ഇതാരാ പുതിയൊരാള്? കനകരാജൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണോ? ആര്? നമ്മുടെ കനകനോ? നമ്മുടെയോ? ആ, നമുക്കൊക്കെ ഇനി കാണാൻ കിട്ടുവോ? നല്ല കളറല്ലേ? നീ ഇതുപോലെ വെളുത്തിരുന്നെങ്കി നീ പാറപ്പുറത്ത് ഇരുന്ന പാറ ഏതാ നീ ഏതാ തിരിച്ചറിയാൻ പറ്റില്ല. അത്രയ്ക്ക് സുന്ദരിയല്ലേ നീ? ഓ, എനിക്ക് ഈ നിറമൊക്കെ മതിയേ. ഇത് ഇഷ്ടപ്പെടാനും ആളുണ്ട്. പറഞ്ഞ പോലെ കനകന് നീ കാണാൻ കിട്ടില്ലേ? ഞാൻ കുറച്ച് മുമ്പ് കൂടി കണ്ടതാ. അസത്ത് കൂടി തൊട്ട് വരുമ്പോ പോകും. എവിടുന്ന് കിട്ടിയത്? വെള്ളത്തിന്ന്. ആ മീന് കിട്ടാടാ. ആ, ഇത് എത്ര നേരം ചൂണ്ടിട്ടിട്ട് കിട്ടിയതാണെന്നറിയോ? നിന്റെ ആശാരൊന്നും വേണ്ട. എന്നാ ഇത് വെച്ചോ. എന്നാ പോട്ടെ, 2 ബീഡിയും തരാം. എന്നാ വെച്ചോ. വേണ്ട വേണ്ട, 100 റുപ്യ എന്നാലും ഞാനിത് തരില്ല. ഇത് വേറെ ആൾക്ക് കൊടുക്കാനാ. ആർക്കാടാ? അത് പറയില്ല. കുഞ്ഞുപ്പാ നിക്ക്, 1 രൂപ കൂടി തരാം ഞാൻ. ചന്തയിൽ പോയി മേടിച്ചോടോ. വലിയ കളി വേണ്ട കേട്ടാ. വേണമെങ്കിൽ ഞണ്ടിനെ പിടിച്ചിരുന്ന. പിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. പേടിപ്പിച്ച് പുതിയ പെണ്ണിനെ കുഞ്ഞപ്പ പേടിപ്പിച്ചു. മീനിനെ കണ്ട ആരെങ്കിലും പേടിക്കോ? ഇങ്ങോട്ട് വരുമ്പോ എത്ര ആള് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരൂല. ഇതേ ഞാൻ നിന്നക്കായി പിടിച്ചതാ. പുതിയ പെണ്ണിന് എന്റെ വക. ചിരിക്കല് കാണാൻ എന്ത് രസാ. വെള്ളുവെള്ളം നല്ല ആമ്പല് മാതിരി ഉണ്ട്. മുടിയിൽ ചൂടാൻ ആമ്പല് വേണം. താന്നിക്കുന്നിന്റെ ചോട്ടിലെ പൊട്ടക്കുളത്തിൽ നിറയെ ആമ്പല. കുഞ്ഞപ്പ പുറത്തുണ്ട് വരാം. എന്താടാ? മീനെ പുഴയെന്ന് പിടിച്ചതാ. ഇങ്ങതാ. ഇതിന് എത്ര കാശ് വേണം? അയ്യേ, കാശോ? ഞാൻ വാങ്ങൂല. ഞാനേ ഇവർക്ക് അയച്ചു കൊണ്ടുവന്നതാ. നിന്റെ സൗജന്യൊന്നും വേണ്ട. ഞാൻ പോവാ. എനിക്ക് കാശൊന്നും വേണ്ട. ഇനിയും കൊണ്ടുവരാട്ടോ. അവനെവിടെ പോയി? കാശ് കൊടുത്തില്ലല്ലോ. വേണ്ടാത്രേ. ഒരു പാവല്ലേ? പാവം. ഇങ്ങനെ കണ്ടോട്ടെ. ഭയങ്കര സാധന. കുളിക്കുമ്പോ ഒളിച്ചിരുന്ന് നോക്കും. യമനകുട്ടിയെ ഇല്ലാത്തത് പറയരുത്. ചെത്തുകാരൻ വാസുവിന്റെ കയ്യിൽ നിന്ന് പിന്നെ തല്ലിയിട്ടത് എന്തിനായിരുന്നു? ഓഹോ, അപ്പൊ അങ്ങനെയാണോ? ഇവിടെ വാ. ഇത് വാങ്ങിയിട്ട് വേഗം സ്ഥലം വിട്ടോ. സൈലൻസ്, സൈലൻസ്. ആരാത്? വീരമണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു വന്നതാ. എന്തിനാ? അതെനിക്കറിയോ. അവന്റെ അച്ഛൻ പറഞ്ഞതാ. ഇപ്പൊ തന്നെ ചെല്ലണം എന്ന് പറഞ്ഞു. അത്യാവശ്യ. വീരമണി, സ്റ്റാൻഡപ്പ്. പൊയ്ക്കോളൂ. വീരമണി നിന്നെ നിക്കടാ. സ്പീഡ് കുറച്ചൂടെ. അച്ഛനെന്തിനാ വിളിച്ചത്? വിളിച്ചില്ലല്ലോ. പിന്നെ നീ സ്കൂളിൽ ഒന്ന് പറഞ്ഞതാ. അതെ,
നോണ എടാ നിന്നെ നിക്കാൻ ദാ, പറ്റിച്ചേ ദാ, നിക്കാൻ ദാ, വീരാളിനെ പറ്റിച്ച് ദാ നിന്നെ ഞാൻ അയ്യോ എടാ എന്തിനാ എന്നെ വിളിച്ചിറക്കിയത്? ഒരു കാര്യത്തില എന്താ കാര്യം പറടാ. നീ വിട്, ഞാൻ പറയാം. കണ്ടോ, ഒന്ന് വായിച്ച എഴുത്തും വായന അറിയാത്ത നീ എന്തിനാ പുസ്തകം വാങ്ങിച്ച? ഞാൻ ചന്തയിൽ പോയപ്പോ വാങ്ങിയതാ.